സമരം ഏതായാലും ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുമോ എന്നറിയില്ല. പക്ഷേ ഈ സമരം തീർച്ചയായും അത് വലിയ വിജയം തന്നെയാണ്. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്നതാണ് ദില്ലി പോലീസ് ആവശ്യപ്പെടുന്നത്. RAFന്റെ അടക്കം വലിയ സൈനികരെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇവരെ മുഴുവൻ ഒരു കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ഒരു നീക്കത്തിലേക്ക് പോലീസ് പോകുമോ, അതല്ല ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു സമവായത്തിലേക്ക് സർക്കാർ വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അനുമതിയോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു തീരുമാനമായിരിക്കാം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുമായി ജിതേന്ദ്ര സിംഗ് പങ്കുവെക്കാൻ പോകുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി വഴങ്ങുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതൊരു വലിയ രാഷ്ട്രീയ നീക്കമാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ഇന്ന് രാവിലെ NDA യോഗത്തിൽ ആണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയത്, അവിടെ ഒരു പ്രസംഗം നടത്തിയത്. ആദ്യമായിട്ടാണ് നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി ഒരു പ്രതികരണം നടത്തുന്നത് എന്നുകൂടി നമ്മൾ വിലയിരുത്തണം. അത് രാവിലെ നടന്ന NDA യോഗത്തിലായിരുന്നു. ആ യോഗത്തിൽ നീറ്റ് തട്ടിപ്പിൽ ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ യോഗത്തിൽ പറഞ്ഞത്. അതല്ലാതെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ നേരിട്ടൊരു പ്രതികരണം ഇതുവരെ എവിടെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ ആകെ പ്രതിസന്ധിയിലാക്കിയ, വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ ജീവിതമാകെ ദുരിതത്തിലാക്കിയ, ആശങ്കയിലാക്കിയ വിഷയത്തിൽ സർക്കാരിന് ഒന്നും പറയാനില്ല. സർക്കാർ അലംഭാവം കാണിക്കുന്നു. ഈ കാര്യത്തിലാണ് കോൺഗ്രസ് വലിയ രാഷ്ട്രീയ ചോദ്യം ഉയർത്തുന്നത്. ആ രാഷ്ട്രീയ ചോദ്യമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലെത്തി ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ KC വേണുഗോപാലിനെ പോലുള്ള നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ഉയർത്തുന്നത്. ആ ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ മറുപടി പറയുമോ, ആ ചോദ്യത്തിന് പ്രധാനമന്ത്രി മറുപടി പറയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രധാനമന്ത്രിയെ കാണണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഈ പ്രതിഷേധമായി തന്നെ പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് പോയി തങ്ങൾക്ക് PR സുനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. സുനിൽ, ഇനിയിപ്പോ ഈ സമരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രധാനമന്ത്രിയെ നേരിട്ട് കാണണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് സർക്കാർ വഴങ്ങാനുള്ള സാധ്യത എത്രയാണ്? മാധു, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് മോദി അനുമതി നൽകാനുള്ള സാധ്യത ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. സാധാരണ അങ്ങനത്തെ കൂടിക്കാഴ്ചകൾക്ക് നിന്നുകൊടുക്കുന്ന ആളല്ല മോദി എന്നത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു രാഷ്ട്രീയ നീക്കമാണ്, വലിയൊരു സമര നീക്കമാണ്, വലിയൊരു മിന്നൽ സമര നീക്കമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പറയാം. ഇത് തീർച്ചയായും ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സഭയ്ക്കുള്ളിൽ എഴുന്നേറ്റ് നിന്നാൽ അപ്പോൾ തന്നെ സഭ പിരിച്ചുവിടുക, അതല്ലെങ്കിൽ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം. ഇത് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നതാണ്. പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം. പ്രതിപക്ഷം സംസാരിക്കാനായി എഴുന്നേറ്റാൽ ഭരണപക്ഷം അതിനെ തടസ്സപ്പെടുത്തുന്ന വലിയൊരു നീക്കം നടത്തുന്നു. അങ്ങനെ പാർലമെന്റ് സമ്മേളനങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യം പലപ്പോഴും പ്രതിപക്ഷം നേരിടുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, പാർലമെന്റിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് പോലും പാർലമെന്റിൽ സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്കറിയാം. നെഹ്റുവിന്റെ കാലത്തൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന അന്നത്തെ AKG ഒക്കെ എഴുന്നേറ്റ് നിന്നാൽ ഉടൻ തന്നെ പ്രധാനമന്ത്രി ഉടൻ തന്നെ സീറ്റിലേക്ക് ഇരിക്കും. പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത് കേൾക്കണം, പ്രതിപക്ഷം സംസാരിക്കുന്നത് കേൾക്കണം എന്നതായിരുന്നു അന്നത്തെ സർക്കാരുകൾ പാർലമെന്റിൽ എടുത്തിട്ടുള്ള നിലപാട്. എങ്കിൽ അതിൽ നിന്ന് നേരെ മാറി പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കാത്ത രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ദേശീയ രാഷ്ട്രീയം മാറി എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെ വളരെ വ്യക്തിപരമായി അദ്ദേഹത്തിന് പക്വതയില്ലാത്ത തുടങ്ങിയ വിമർശനങ്ങൾ, രാഷ്ട്രീയമല്ലാത്ത വിമർശനങ്ങൾ ഉന്നയിച്ച് നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒരു സമരത്തിൽ നിന്ന് ഈ ഘട്ടത്തിൽ 2 തവണ കേന്ദ്രത്തിന്റെ ദൂതത്വങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു സമരത്തിലാണോ കോൺഗ്രസ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്? ആശയവിനിമയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമതും കേന്ദ്രമന്ത്രി എത്തിയതിനു ശേഷം. പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും വലിയൊരു സമരത്തിന് തുടക്കം കുറിച്ചിട്ട് പ്രതിപക്ഷത്തിന് ആ നിലയ്ക്ക് പിൻവാങ്ങാനും കഴിയുമോ?
മധു, ഇത് കൂടുതൽ ശക്തമായി ഈ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും കോൺഗ്രസിന്റെ ഇനിയുള്ള നീക്കം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെ നമുക്ക് കാണാം. അപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന ഒരു സമരമാണിത്. ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാ സുരക്ഷാ വേലിക്കെട്ടുകളും മറികടന്നുകൊണ്ട് നടത്തിയ ഒരു സമര നീക്കമാണ്. ഇത് കോൺഗ്രസ് അല്പസമയത്തിനകം അവസാനിപ്പിക്കും ഈ സമരം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് രാത്രി നീളെ തുടർന്നു പോകുന്ന ഒരു സമരമൊന്നും ആയിരിക്കില്ല. ഈ സമരം എന്നത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലേക്ക് എത്തി പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമരമാണ്. ആ സമരം വലിയ തോതിൽ വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയാം. കാരണം അങ്ങനെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലേക്ക് സമരവുമായി എത്താൻ കോൺഗ്രസിന്റെ MP-മാർക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ, KC വേണുഗോപാലിനെ പോലുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞു എന്നത് വലിയ രാഷ്ട്രീയ വിജയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് ദില്ലിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ദില്ലിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു സമരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ, പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എഴുതപ്പെടാൻ പോകുന്ന കോൺഗ്രസിന്റെ ഒരു സമര ചരിത്രമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ നിലയിലാണ് ഈ സമരം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ CJP പാർലമെന്റിലേക്ക് നടത്തിയ സമരം നമുക്കറിയാം. അതിനെ എങ്ങനെയാണ് പോലീസ് നേരിട്ടത്, അത് ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. 5000 പേർ വരും എന്നായിരുന്നു പോലീസ് അവിടെ പ്രതീക്ഷിച്ചതെങ്കിൽ 50,000-ലധികം യുവാക്കളാണ് ആ സമരത്തിന്റെ ഭാഗമായി എത്തിയത്. ആ വിഷയമാണ് ഇന്ന് കോൺഗ്രസ് പാർലമെന്റിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത്. പക്ഷേ പാർലമെന്റിന്റെ ഇരു സഭകളിലും ആ വിഷയം ഉന്നയിക്കാൻ സ്പീക്കർ അനുമതി നൽകിയില്ല. രാജ്യസഭയിലാണെങ്കിൽ അവിടുത്തെ ചെയർമാനും അനുമതി നൽകിയില്ല. അതുകൊണ്ട് പാർലമെന്റിന്റെ ഇരു സഭകളിലും ഈ വിഷയം ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വന്ന് ഉന്നയിക്കുക എന്ന ഒരു രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. അത് വലിയ വിജയമായിരിക്കുന്നു. സ്വാഭാവികമായും അല്പസമയത്തിനകം ഈ സമരം അവസാനിപ്പിക്കുമായിരിക്കും. അടുത്ത ദിവസങ്ങളിലും സമാനമായ സമര നീക്കങ്ങളിലേക്ക് കോൺഗ്രസ് പോകാൻ തന്നെയാണ് സാധ്യത. ഈ സമരത്തിൽ പങ്കെടുക്കാൻ വരുന്ന വഴിക്ക് നിരവധി പാർലമെന്റ് അംഗങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ ദില്ലി ഹരിയാന അതിർത്തിയിലേക്കും ദില്ലി UP അതിർത്തിയിലേക്കുമുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് കൊണ്ടുപോയത്. അത് ദില്ലി പോലീസിന്റെ ഒരു രീതിയാണ്. സെൻട്രൽ ദില്ലിയിൽ നിന്ന് സമരം നടത്തി കസ്റ്റഡിയിലെടുക്കുന്ന ആളുകളെ ദില്ലി അതിർത്തിക്ക് പുറത്തോ അല്ലെങ്കിൽ ദില്ലി അതിർത്തിയിലുള്ള പോലീസ് സ്റ്റേഷനുകളോ കൊണ്ടുവന്ന് അവിടെ റിലീസ് ചെയ്യുക. അപ്പോൾ പിന്നീട് അവർക്ക് തിരിച്ചെത്താൻ ഒരുപാട് സമയമെടുക്കും. അതൊക്കെ ഡൽഹി പോലീസിന്റെ ഒരു തന്ത്രമാണ്. ആ രീതിയിൽ കൊടിക്കുന്നിൽ സുരേഷിനെയൊക്കെ തന്നെ കൊണ്ടുപോയിരിക്കുന്നത് കാപ്പസര എന്ന് പറയുന്ന ദില്ലി ഹരിയാന അതിർത്തിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഏതായാലും ഇപ്പോഴും നിരവധി MP-മാർ ഇവിടെ ഈ സമരസ്ഥലത്തുണ്ട്. നമുക്ക് കാണാൻ കഴിയും. ആന്റണി MP-യെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വനിതാ MP-മാരെ നമുക്ക് കാണാൻ കഴിയും. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ ഈ സമരരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലെ പ്രധാന ഗേറ്റിൽ, ആ സെക്യൂരിറ്റി ഗേറ്റ് നമുക്ക് കാണാൻ കഴിയും. അത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലുള്ള പ്രധാന ഗേറ്റാണ്.